ബോണ്ട് എന്ന വേർഡ് കേൾക്കാത്തവർ വളരെ കുറവാണ്. ബോണ്ടിൽ നിന്നും നമുക്ക് മറ്റേതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിലും കൂടുതൽ, പ്രധാനമായും ബാങ്ക് FD ഇടുന്നതിലും കൂടുതൽ റിട്ടേൺ കിട്ടുമെന്ന് അറിയാമോ? ഇവിടെ ഒരു പെർട്ടിക്കുലർ ബോണ്ട്സിനെ അല്ല, മൊത്തത്തിലുള്ള ബോണ്ട് എന്ന കൺസെപ്റ്റിനെ കുറിച്ചാണ് പറയുന്നത്. എന്താണ് ബോണ്ട്? ബോണ്ട് എന്നത് ഒരു ഫിക്സഡ് ഇൻകം ഇൻസ്ട്രുമെന്റും ഇൻവെസ്റ്റ്മെന്റ് പ്രൊഡക്റ്റുമാണ്. ഇത് പബ്ലിക് ഒരു ഗവൺമെന്റിനോ കമ്പനിക്കോ ഒരു നിശ്ചിത ടൈം പീരീഡിലേക്ക് ഒരു നിശ്ചിത ഇൻട്രസ്റ്റ് റേറ്റിൽ പണം കടം കൊടുക്കുന്നതിനെയാണ് ബോണ്ട് എന്ന് പറയുന്നത്. ലോൺ കൊടുക്കുന്ന എമൗണ്ടിന് പബ്ലിക്കിന് കിട്ടുന്ന ഇൻട്രസ്റ്റിനെ കൂപ്പൺ റേറ്റ് എന്ന് പറയുന്നു. ബോണ്ട് ഒരു ഫിക്സഡ് ടൈം പീരീഡിലേക്കാണ് നിശ്ചയിക്കുക എന്ന് പറഞ്ഞല്ലോ. ഈ നിശ്ചിത ടൈം പീരീഡിനെ ബോണ്ടിന്റെ മെച്യൂരിറ്റി പീരീഡ് എന്ന് പറയുന്നു. ഇൻട്രസ്റ്റ് പേയ്മെന്റ് നമുക്ക് മന്ത്ലി, ക്വാർട്ടർലി, ഹാഫ് ഇയർലി അല്ലെങ്കിൽ ആനുവലിയോ ബോണ്ടിന്റെ മെച്യൂരിറ്റി പീരീഡ് തീരും വരെ ലഭിക്കും. മെച്യൂരിറ്റി പീരീഡ് തീർന്നു കഴിയുമ്പോൾ നമ്മൾ ലോണായി നൽകിയ എമൗണ്ടും തിരികെ ലഭിക്കും. ഫോർ എക്സാമ്പിൾ, ഗവൺമെന്റിന്റെ കയ്യിൽ നിന്നും 10 ലക്ഷം രൂപയുടെ ബോണ്ട് നമ്മൾ വാങ്ങിക്കുന്നു. അതായത് നമ്മൾ 10 ലക്ഷം രൂപ ഗവൺമെന്റിന് ലോൺ നൽകുന്നു. ഇതിന്റെ മെച്യൂരിറ്റി പീരീഡ് 7 വർഷവും കൂപ്പൺ റേറ്റ് 6%, ഇൻട്രസ്റ്റ് ക്വാർട്ടർലിയുമാണ് ലഭിക്കുക എന്ന് കരുതുക. അപ്പോൾ ഒരു വർഷം കിട്ടുന്ന ഇൻട്രസ്റ്റ് 60,000 രൂപ. ക്വാർട്ടർലി ആണല്ലോ പേ ഔട്ട്. അപ്പോൾ ഓരോ 3 മാസം കൂടുമ്പോഴും നമുക്ക് 15,000 രൂപ വെച്ച് 7 വർഷം കിട്ടുന്നു. കൂടാതെ 7 വർഷം കഴിയുമ്പോൾ നമ്മുടെ 10 ലക്ഷം രൂപയും കിട്ടുന്നു. അപ്പോൾ പിന്നെ ബാങ്ക് FD ആണോ അടിപൊളി, ഗവൺമെന്റ് ബോണ്ട്സ് ആണോ അടിപൊളി? തിങ്ക് ബിഫോർ യു ഇൻവെസ്റ്റ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യൂ. കൂടുതൽ വീഡിയോസിനായി ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.